ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ളത്. എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എ ബിസിനസ് എൻറ്റിറ്റി ഇൻ വിച്ച് ഷെയർ ഓഫ് ദ കമ്പനീസ് സ്റ്റോക്ക് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയെയാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അത് നമ്മളെ പാർട്ട്ണർഷിപ്പ് പോലെയോ അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് കൺസേണിനെ പോലെയല്ല. ഇത്തരം കമ്പനികൾക്ക് ഒരു ഷെയർ ക്യാപിറ്റൽ പല ഡിവിഷനാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറ്റിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറേ ഷെയറുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. ആ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ ഒരുപാട് ഡിവിഷനാക്കി മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷെയറാക്കി മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഈ ഷെയറുകൾ വാങ്ങുകയും ആളുകളാണ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈച്ച് ഷെയർ ഹോൾഡേഴ്സ് ഓൺസ് കമ്പനീസ് സ്റ്റോക്ക് ഇൻ എവിഡൻസ് ബൈ ദെയർ ഷെയർസ്. അവരുടെ ഷെയർസിനനുസരിച്ചിട്ടുള്ള ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നു, ഓരോ ആളുകൾക്കും ഷെയർ ഹോൾഡേഴ്സിനും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കമ്പനിയുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അതേപോലെ തന്നെ നമ്മൾ കമ്പനിയെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കമ്പനി മാനേജ് ചെയ്യുന്നത് കമ്പനിയുടെ ഓണേഴ്സ് അല്ല. കമ്പനി മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാവും. ഇങ്ങനെ ആരെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി ആയിരിക്കും, ഓണേഴ്സ് വേറെ ആയിരിക്കും. ഇവരായിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്പനിയെ മാനേജ് ചെയ്യുന്നത്. ആ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു കമ്പനി, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അതിൽ പ്രധാനമായിട്ടും വരേണ്ടത് ഒരുപാട് ഷെയർസ് ഉണ്ടാവും. ആ ഷെയർ വാങ്ങിയ ആളുകൾ, ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് കമ്പനിയിൽ അധികാരമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇനി അതേപോലെ തന്നെ സെക്ഷൻ 128 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രൊവൈഡ് ദാറ്റ് എവറി കമ്പനി ഷാൽ പ്രിപ്പയർ ആൻഡ് കീപ് അറ്റ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് books of accounts and relevant books and papers and financial statement to give a fair view of company. അതായത് എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം, ഓരോ കമ്പനിയുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ള, കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് കമ്പനീസ് ആക്ടിലെ 128 പ്രകാരം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. 2013 കമ്പനീസ് ആക്ടിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അത് പ്രകാരം എന്ത് ചെയ്യണം, ഓരോ കമ്പനിയും ആ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആസ് പെർ ആക്ട്, ആ ആക്ട് പ്രകാരം ഈ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്രൈസസ് ദ ഫോളോയിങ്. ചില കാര്യങ്ങൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിലൊന്നാമത്തതാണ് ബാലൻസ് ഷീറ്റ്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, അതുപോലെ തന്നെ നോട്ട്സ് കംപ്രൈസിങ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് അതർ എക്സ്പ്ലനേറ്ററി ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, SOFP, ഫസ്റ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. അതിന് വേറെ രൂപമാണ് എന്നുള്ളത് മാത്രം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളതുമാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, അസറ്റ്, 2 ഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ എന്താണ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്ക് എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു,
അതാണ് ഇക്വിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ്, അതുപോലെ കറണ്ട് ലയബിലിറ്റി, ഇതാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്നുള്ള ഇതിൽ വരുന്നത്. അതുപോലെ അസറ്റിൽ നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും, ഇങ്ങനെ രണ്ട് ഇതിൻ്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് പിന്നെ ഇതിൽ വരുന്നത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളത് എന്താണ്? ദ പർപ്പസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് ഗെയിൻസ് ആൻഡ് ആൾസോ എക്സ്പെൻസ് ആൻഡ് ലോസസ് ഇൻകേർഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പിന്നെ ഇൻകത്തിൻ്റെയും അഥവാ ഗെയിനിൻ്റെയും അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ഓർ ലോസസ്, ഇതിൻ്റെ സോഴ്സ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനെ പിന്നെ കാണിക്കുന്നതാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഇൻകവും എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഇൻകം വരുന്നത് എന്നുള്ളതും എവിടൊക്കെ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എക്സ്പെൻസ് ഉണ്ടായത് എന്നുള്ളതും പിന്നെ എന്ത് ചെയ്യുക കാണിക്കുന്ന ഇൻഫർമേഷൻ, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്നതാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിൽ ഇൻകം കിട്ടിയിട്ടുണ്ടാവും, പല രൂപത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. ഇത് ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നു ഇതിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി അവസാനം ഇതെന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു പിന്നെ കണക്കാക്കിയിട്ട് അത് ബാലൻസ് ഷീറ്റിലേക്ക് എന്ത് ചെയ്യുന്നു പിന്നെ മാറ്റുന്നു എന്നുള്ളതാണ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഭാഗത്തേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കി വെക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൻ്റെയും ഫോർമാറ്റ് എന്താണ് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും അഥവാ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ഏതൊക്കെ ഹെഡ്സാണ് വരുന്നത്, ഏതൊക്കെ ഐറ്റംസാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഫോം ഓഫ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നമുക്ക് പിന്നെ ഇതിന് മുമ്പ് നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എന്താണ് ബാലൻസ് ഷീറ്റ് പിന്നെ അസറ്റ് അതുപോലെ തന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, ഇങ്ങനെ രണ്ട് ഭാഗമാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ പിന്നെ രണ്ട് കോളത്തിലല്ല ഒറ്റ ഇതിലാണ് ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയാണ്. അതിലൊന്നാമത്തത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആണ് എന്ത് ഇതിൽ ആദ്യ ഭാഗത്ത് വരുന്നത്. അതിൽ ഇക്വിറ്റി എന്താണ് എന്നുള്ളത് നോക്കാം. ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലാണ്. നേരത്തെ നമ്മളതിനെ പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതർ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ്, പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നിന്ന് പ്രോഫിറ്റിന് എന്ത് ചെയ്യുന്നു, റിസർവ് ആൻഡ് സർപ്ലസിലേക്ക് മാറ്റുന്നു. അതാണ് അതർ ഇക്വിറ്റി എന്നുള്ളതിൽ വരുന്നത്. ഇനി അടുത്തത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസിൻ്റെ ഹെഡിൽ രണ്ട് രൂപത്തിലുള്ള ലയബിലിറ്റീസ് വരുന്നുണ്ട്. നോൺ കറണ്ട് ലയബിലിറ്റീസും കറണ്ട് ലയബിലിറ്റീസും. അതിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് ലോങ് ടേം ലയബിലിറ്റിയാണ് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തേക്ക് പിന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യേണ്ട, കൊടുത്ത് തീർക്കേണ്ടാത്ത കുറേ ലയബിലിറ്റീസ് ഉണ്ടാവും. അതായത് ഒരു വർഷത്തിനിടയിൽ കൊടുത്ത് തീർക്കേണ്ടതല്ലാത്ത കുറേ ലയബിലിറ്റീസ് ഉണ്ടാവും. അതാണ് എന്ത് ചെയ്യുന്നത് ഈ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉൾപ്പെടുന്നത്. അതിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി, ബോറോയിങ്സ്, ട്രേഡ് പേയബിൾ, അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നോൺ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്. ഒന്നുകൂടി പറയാം, ലോങ് ടേം ലയബിലിറ്റിയാണ് നോൺ കറണ്ട് ലയബിലിറ്റി.
ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് കൊടുത്ത് തീർക്കേണ്ടാത്ത, അതായത് ഒരു വർഷത്തിനിടയിൽ അതിൻ്റെ ലയബിലിറ്റി ഒന്നും വരുന്നില്ല, അങ്ങനെയുള്ള ലയബിലിറ്റിയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, പെട്ടെന്ന് തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ എന്താണ്, ബോറോയിങ്സ്, ട്രേഡ് പേയബിൾ, അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിൽ ഉൾപ്പെടുന്നു. എന്നിട്ട് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിലെ കോളങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നോട്ട് നമ്പർ, അതുപോലെ തന്നെ ഫിഗേഴ്സ്, പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് ഇയർ, ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിൽ വല്ല ഇതും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അതെന്ത് ചെയ്താൽ മതി, ആ കോളം വരച്ചാൽ മതി. ഈ നോട്ട് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നോട്ട്സ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതിൽ വരാൻ സാധ്യതയുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ചെയ്യുന്നതാണ്. അപ്പോൾ ഏത് നോട്ടിലാണ് നമ്മൾ, അതായത് പിന്നെ ചെയ്യുന്നതിന് ഒരു നമ്പർ കൊടുക്കും, ആ നമ്പറാണ് എന്ത് ചെയ്യേണ്ടത്, ഈ നോട്ട് നമ്പർ എന്നുള്ള രൂപത്തിൽ കൊടുക്കേണ്ടത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. ഇനി അസറ്റ്സിൽ നോൺ കറണ്ട് അസറ്റിൽ ഫിക്സഡ് അസറ്റുകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, ഗുഡ് വിൽ അറിയാം, ഇൻറ്റാഞ്ചിബിൾ അസറ്റാണ്. പിന്നെ അതുപോലെ തന്നെ അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ്, ബയോളജിക്കൽ അസറ്റ് അതർ ദാൻ ബിയറർ പ്ലാന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നറിയാം, ട്രേഡ് റെസീവബിൾ, അതാണ് നമ്മളെ സൺട്രി ഡെപ്റ്റേഴ്സ് ഉൾപ്പെടുന്നത്, ട്രേഡ് റെസീവബിളാണ്. ലോണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെഫേർഡ് ടാക്സ് അസറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിലും നമുക്കറിയാം 2 കോളമാണ് വരുന്നത്. ആ കോളം ശ്രദ്ധിക്കുക. പിന്നെ പ്രീവിയസ് ഇയറിൽ വല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, അത് എഴുതേണ്ടത്. പിന്നെ നോട്ട്, ഇതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ നോട്ട് ഏതാണോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ നോട്ട് എന്നുള്ള പിന്നെ കോളം ഉള്ളത്. ഇനി അതുപോലെ തന്നെ കറണ്ട് അസറ്റ്, അതിൽ ഇൻവെൻട്രി എന്താ പറയുക, സ്റ്റോക്കാണ്. ഫിനാൻഷ്യൽ അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റെസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കറണ്ട് ടാക്സ് അസറ്റ്, അതർ കറണ്ട് അസറ്റ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. എന്നിട്ട് ടോട്ടൽ അസറ്റ് എത്രയാണ് എന്നുള്ളത് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് SOFP അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മുമ്പ് പഠിച്ച ബാലൻസ് ഷീറ്റിനെ പോലെ തന്നെയാണ്, ആ ഐറ്റംസ് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ ഫോർമാറ്റിൽ ചെറിയ മാറ്റം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പിന്നെ SOFP. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോർമാറ്റ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പർട്ടിക്കുലർസ്, നോട്ട് നമ്പർ, അതുപോലെ തന്നെ ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ, ഇങ്ങനെ കോളങ്ങളാണ് വരുന്നത്. നമ്മൾ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തിരുന്നു, അന്നറിയാം. ഇൻകം റൈറ്റ് സൈഡിലും എക്സ്പെൻസ് ലെഫ്റ്റ് സൈഡിലും ആയിരുന്നു നമ്മൾ എഴുതിയിരുന്നത്. പക്ഷേ ഇത് നേരെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് താഴോട്ട് എഴുതുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അങ്ങനെ നമുക്കറിയാം, നമുക്കൊന്ന് നോക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതാണ് സെയിൽസ് എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. ഇനി അതിൽ പിന്നെ വരുന്നത് അതർ ഇൻകം ആയിട്ട് എന്താണ്, വേറെ വല്ല കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നോട്ട്സിൽ എന്ത് ചെയ്യും, അത് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യനിൽ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ നോട്ട്സായിട്ട് നമ്മൾ അത് വേറെ ചെയ്യും. അതായത് ഇൻട്രസ്റ്റോ കമ്മീഷനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതാണ് പിന്നെ ഇതിൽ അതർ ഇൻകം എന്നുള്ളതിൽ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഇൻകം എന്ത് ചെയ്യുന്നു, അവിടെ കണക്കാക്കുന്നു. ഇനി എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ഈ ഇതിൽ വരുന്നത്. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സിൽ ഇൻവെൻട്രിയിൽ വല്ല മാറ്റമുണ്ട്, സ്റ്റോക്കിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ, കൂടെ കുറേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ട് നമ്പർ മിക്കവാറും ഉണ്ടാവും. കാരണം അതിൽ മാറ്റം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ വേറെ ചെയ്യും. ആ അഡ്ജസ്റ്റ്മെൻറ്റ് അതിനെ നോട്ട്സായിട്ട് അതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ നോട്ട് നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അടുത്തുള്ള കോളത്തിൽ
കൊടുക്കുന്നത്. അതുപോലെ എംപ്ലോയീസ് ബെനഫിറ്റ്, സാലറി പോലുള്ള ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും, അതിനും നോട്ട് വരും. അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നോട്ട്സ് വരുന്നുണ്ട്. ഇനി അതർ എക്സ്പെൻസ്, വേറെ വല്ല എക്സ്പെൻസും ഉണ്ടെങ്കിൽ അത്. എന്നിട്ട് ടോട്ടൽ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ്, അതായത് പ്രോഫിറ്റും ലോസും എക്സെപ്ഷണൽ ഐറ്റംസിന് മുമ്പുള്ള പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് കണക്കാക്കും. ഇനി അഥവാ എക്സെപ്ഷണൽ ഐറ്റംസ് വല്ലതും ഉണ്ട് എങ്കിൽ, അതായത് നമ്മൾ പ്രോഫിറ്റ് ലോസ് ബിഫോർ ടാക്സ് കണക്കാക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ വരുന്നത്. ഇനി ടാക്സ് എക്സ്പെൻസ്, വല്ല കറണ്ട് ടാക്സോ ഡെഫേർഡ് ടാക്സോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിയിട്ട് അത് കുറച്ചിട്ട്, അത് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ യഥാർത്ഥ പ്രോഫിറ്റിലേക്ക് എക്സെപ്ഷൻ ആഫ്റ്റർ പിന്നെ ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് എന്നുള്ള ആഫ്റ്റർ എക്സെപ്ഷണൽ ഐറ്റംസിൽ പിന്നെ പ്രോഫിറ്റ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വരുന്ന കാര്യം. ബാക്കി കുറേ ടെക്സ്റ്റിലൊക്കെ കുറേ ഭാഗങ്ങൾ കാണാം, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല, നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളെ ക്വസ്റ്റ്യനിലും അതുപോലെ പ്രോബ്ലത്തിലൊക്കെ എന്ത് ചെയ്യുന്നത് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൃത്യമായിട്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അതായത് ഒരു പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു നോക്കിയാൽ ഒന്നുകൂടി ക്ലിയർ കിട്ടും, നമുക്ക് ക്ലാരിഫിക്കേഷൻ വരുത്താൻ സാധിക്കും, കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഫോർമാറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് നോക്കാം.